ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സാരി കൊണ്ട് ഒരു നോർമലായിട്ടുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഈസിയർ മെത്തേഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഈ ഒരു ഫ്രോക്കിന് പഫ് സ്ലീവ്, ഇൻവിസിബിൾ സിബ് ബാക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്കിൽ വള്ളിയും വെച്ചിട്ടുണ്ട്, കെട്ടാനുള്ള വള്ളി. അപ്പോൾ നമ്മൾ കട്ടിങ്ങൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഫ്രോക്ക് കട്ടിങ് വീഡിയോ ഒക്കെ ഇതിന് മുന്നേയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ പോയി മറ്റുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഈ ഉടുപ്പിന് പഫ് സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തത് കണ്ടല്ലോ, ഇതാണ് പഫ് സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തത്. അപ്പോൾ അതിനുള്ള ബാൻഡ് 2 ഇഞ്ച് വിഡ്ത്തിലുള്ള ഒരു ബാൻഡാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം ബാക്കിയുള്ളത് കണ്ടല്ലോ, സ്കേർട്ട് പോർഷന് നമ്മൾ കണ്ടല്ലോ, നമുക്ക് എത്ര ക്ലോത്ത് ഉള്ളത് അതിനനുസരിച്ച് എടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം നിറയിടാനുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ലെങ്ത്ത് ഞാനിവിടെ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചതിന് ശേഷമാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. അതേപോലെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്തിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതേപോലെ യോക്ക് പാർട്ട് കട്ട് ചെയ്തത്, ബാക്ക് യോക്ക് പാർട്ട് ഫ്രണ്ടിൻ്റെയും കാട്ടിൽ 1 ഇഞ്ച് വിടുത്ത് ഏറെ ഇട്ടിട്ടാണ് കട്ട് ചെയ്തത്. അതെന്തിനാ അറിയോ? അത് നമുക്ക് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി കണ്ടല്ലോ, ഇതേപോലെ 1 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എത്രയോ തവണ വിട്ടതാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ എല്ലാവരും മറ്റുള്ള വീഡിയോ ഒക്കെ ചാനലിൽ പോയി കണ്ട് ഇതേപോലെയൊക്കെ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അറിവിലൊക്കെ ബിഗിനേഴ്സ്, അതായത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. ഈ ഒരു ക്രേപ്പ് ലൈനിങ്ങാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് സാരിയിൽ നിന്നാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ കസ്റ്റമർ നമുക്ക് തന്നത്. ഒരു ഷിഫോൺ സാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശത്ത് ലൈനിങ് ഇതുപോലെ വെച്ച് ചുറ്റിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തു വരാം. യോക്ക് ലെങ്ത്ക്ക് സീം അലവൻസ് 1 ഇഞ്ചാണ് കേട്ടോ ആഡ് ചെയ്തത്. അപ്പം ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണേ. അടിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ അത് പഠിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് നല്ല ഇങ്ങനത്തെ ഓരോ മനസ്സിലാവുന്ന രീതിയിൽ ഓരോ വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അല്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ ആരും പോരുതേ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഇതുപോലെ ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്താം. ലെങ്ത്ത് 3 അല്ലെങ്കിൽ 3.5 ഒക്കെ അടയാളപ്പെടുത്താം. ഞാനിവിടെ 3.5 അടയാളപ്പെടുത്തിയത്. അതേപോലെ വിഡ്ത്ത് 2.25 അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ 2.5 അടയാളപ്പെടുത്താം. അപ്പോൾ ഞാനിവിടെ 2.25 അടയാളപ്പെടുത്തിയത്. അത് നമുക്ക് ഒരു പെട്ടിക്കോളമായി വരച്ച് കർവ് കൊടുക്കുക. ഇനി നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ടല്ലോ, നമ്മുടെ നെക്ക് ഇവിടെ കട്ട് ചെയ്തു. ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്തത്. ഇനി ബാക്ക് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ കറക്റ്റാക്കി വെച്ച് അതിൻ്റെ മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിഡിലൊന്ന് കട്ട് ചെയ്യാം. അതിനുവേണ്ടി കറക്റ്റാക്കി വെച്ച് ഇതിൻ്റെ മിഡിൽ ഇതേപോലെ പിടിച്ച് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ സിബ് വെക്കാനുള്ള പാർട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു. കണ്ടല്ലോ, ബാക്ക് പോർഷൻ നമ്മൾ ഇതിൻ്റെ മിഡിൽ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തു.
ഇനി നമുക്ക് ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്യാം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിരിക്കണം ലൈനിങ് വരേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതേപോലെ രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം മറിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഇഞ്ച് ഏറെ ഇട്ടിട്ടില്ലേ, നമുക്ക് സിബ് വെക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ രണ്ട് പോർഷൻ ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തു. ഇനി ഇത് മറിച്ച് ആ ഒരു എഡ്ജ് പ്രസ്തിച്ച് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ മറിച്ചിട്ട് ഒരു പ്രസ്തിച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ പ്രസ്തിച്ച് കൊടുത്തു. ഇനി ഇത് മറിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ ആം ഹോൾ മുതൽ ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. കണ്ടല്ലോ, ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തു. ഇനി ആ സൂചിയിൽ നിന്ന് നൂലെടുക്കാതെ തന്നെ അടുത്ത പോർഷനും അവിടെ വെച്ച് ഇതേപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. കണ്ടല്ലോ, അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ സൈഡൊക്കെ ഒന്ന് ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുത്തു. കണ്ടല്ലോ, ഇതേപോലെ കിട്ടി. ഇനി നമുക്ക് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ, അതെടുത്ത് ആ നെക്ക് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റാക്കി വെക്കുക. കണ്ടല്ലോ, ആം ഹോൾ കറക്റ്റാക്കി ഇതുപോലെ വെക്കുക. എന്നിട്ട് നെക്കിൻ്റെ വിടുത്ത് ഇതേപോലെ അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, നമുക്കൊരു 3/4 ഇഞ്ച് ഏറെ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ സിബ് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ നെക്ക് ഇതേപോലെ അടയാളപ്പെടുത്തുക. 1 ഇഞ്ച് ലെങ്ത്തും വിടുത്ത് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ആ വിടുത്ത് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പം ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ വളരെ വിശദമായിട്ട് അവർക്കിത് കണ്ട് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ലൈനിങ് വാങ്ങിയിട്ട് കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്വന്തം തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇതേപോലെ 1/2 ഇഞ്ച് വിടത്തിൽ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ നെക്കിനി ആ ലൈനിങ് ഇളകി പോകാതിരിക്കാൻ നമുക്ക് ആ റൗണ്ടിലൊന്ന് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻവിസിബിൾ സിബാണ് ഈ ഒരു ഫ്രോക്കിന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ, അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇതേപോലെ കറക്റ്റാക്കി രണ്ട് ഭാഗവും ഒരേ ലെവലിൽ ഒരടയാളപ്പെടുത്തുക. എന്നിട്ട് കറക്റ്റാക്കി ഇതേപോലെ സിബ് വെച്ചതിന് ശേഷം ഇങ്ങനെ മറിച്ച് ഈ ഒരു ഭാഗത്തേക്ക് പിൻ ചെയ്ത് വെക്കുക. അതേപോലെ അടുത്ത ആ ഒരു പോർഷന് മറ്റേ ഭാഗത്തേക്കും ഇതേപോലെ മറിച്ച് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പം എൻ്റെ കയ്യിലിപ്പം റൈറ്റ് ഫുട്ട് മാത്രമാണുള്ളത്. അപ്പം ഈ റൈറ്റ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അപ്പം ലെഫ്റ്റ് ഫുട്ട് ഇല്ലാത്തതുകൊണ്ട് ഇനി അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് കേട്ടോ. കണ്ടല്ലോ, ലെഫ്റ്റ് ഫുട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ മുകളിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് അതില്ലാത്തതുകൊണ്ട് ഇതേപോലെ തിരിച്ച് പിടിച്ച് താഴെ നിന്നും സിബ് അറ്റാച്ച് ചെയ്ത് പോവുക. കണ്ടല്ലോ, ഇതേപോലെ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ സിബ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇൻവിസിബിൾ സിബൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് എത്രയോ തവണ വിട്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ചാനലിൽ പോയി ഒന്ന് കാണണേ. മറ്റുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, ഇതേപോലെ സിബ് ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടോ. ഇനി എന്തൊന്ന് ഇട്ട് നോക്കാം. കണ്ടല്ലോ, കുറച്ച് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഒന്നും കൂടെ ആ റെയിലൊന്ന് പിളർത്തി പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് പോവുക.
അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ഇൻവിസിബിൾ സിബ് നമുക്ക് കാണാതെ തന്നെ കിട്ടും. നല്ല ഹൈഡായി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ റെയിലൊന്ന് പിളർത്തി പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു റെയിൽ പിളർത്തി പിടിച്ച് അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു ഇൻവിസിബിൾ സിബ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നൂല് സൂചിമ വല്ലാണ്ട് അങ്ങോട്ട് ഊരിപ്പോരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ ആ ഒരു സൂചിമേലുള്ള നൂലൊന്ന് വലിച്ച് വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വലിച്ച് വെക്കലുണ്ട്. ചില ടൈമിൽ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതങ്ങ് ഇടയ്ക്കിടയ്ക്ക് പോവും. അപ്പോൾ അത് ഓർക്കണം. ഇനി അടുത്ത പാർട്ട് കണ്ടല്ലോ, അടുത്ത ഭാഗം നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് റെയിലിൻ്റെ ചാരി സ്റ്റിച്ച് ചെയ്യുക. അപ്പം സിബ് അറ്റാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായോ? എന്തായാലും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. കമൻറ്റൊക്കെ നിങ്ങൾക്ക് വിട്ടൂടെ? എന്തിനൊക്കെ മടിക്കണം അതിനൊക്കെ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം, മനസ്സിലാണെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ എന്നൊക്കെ പറയാം. ലൈക്കൊക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ കണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഈ ഒരു ഇൻവിസിബിൾ സിബ് ഇനി ഇട്ട് വെക്കാം. കണ്ടല്ലോ, കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ആ സിബ് അവിടെ ഉണ്ടെന്ന് അറിയില്ലല്ലോ, ഇതേപോലെ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ പിടിച്ച് 2 ഇഞ്ച് ലെങ്ത്തിൽ ഒരു സ്റ്റിച്ച് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ കറക്റ്റാക്കി വെച്ച് 2 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഇൻവിസിബിൾ സിബിലൂടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ആ സിബിൻ്റെ എഡ്ജൊന്ന് കറക്റ്റാക്കി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ സിബിൻ്റെ എഡ്ജ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഒരു എഡ്ജ് ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ സിബ് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു ക്ലിപ്പ് പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം. സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സിബ് വരികയാണെങ്കിൽ ചിലപ്പോൾ പോരും. അതാണ് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടി. കണ്ടല്ലോ, ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ എഡ്ജ്, അതൊന്ന് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുണ്ട്. കണ്ടല്ലോ, ഈ ഒരു ആം ഹോളിൻ്റെ അവിടെയുള്ള ബാക്കി വന്നിട്ടുള്ള ബാലൻസൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. അതിലേക്ക് 2-2.5 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ വിഡ്ത്ത് 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷമാണ് നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്തൊക്കെ ഇടപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഈ പഫ് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതൊക്കെ ഇതിന് മുന്നേയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ പ്ലീറ്റ്സൊക്കെ ഇട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കണ്ടില്ല, ഇതേപോലെ 2 താഴെയും മേലെയും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. ഇനി 2 ഇഞ്ച് വിഡ്ത്തിലെടുത്ത ആ ഒരു ബാൻഡ് 2 ഫോൾഡറാക്കി മടക്കി ഒന്ന് അറ്റാച്ച് ചെയ്യുക. അതിൻ്റെ എഡ്ജ് ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ചീത്തവശത്ത് വെച്ച് ഈ എഡ്ജ് ഭാഗത്ത് ആ ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്യുക. ഇനി നമ്മൾ സ്ലീവിന് താഴെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തില്ലേ, ആ ഒരു ഭാഗത്ത് താഴെയായിട്ട് ഇതേപോലെ നമ്മൾ ആ ബാൻഡ് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, 1/4 ഇഞ്ച് അകലത്തിൽ
ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പം ചീത്തവശത്താണ് ഈ ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നത്. ആ ഒരു പ്ലേറ്റ്സിൻ്റെ മുകളിലൂടെ ബാൻഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ചിങ് കവർ ചെയ്ത് പൈപ്പിങ് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണേ. കണ്ടല്ലോ, ഇതുപോലെ അല്ല. കണ്ടല്ലോ, ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് കവർ ചെയ്തിട്ട് ചെറിയ പൈപ്പിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലും വീതി വേണമെന്നുള്ളവർക്ക് ബാൻഡ് കുറച്ച് വീതി കൂട്ടാം. അപ്പോൾ നല്ല കറക്റ്റാക്കി ആ ഒരു എഡ്ജ് കവർ ചെയ്തിട്ട് ഇതുപോലെ പൈപ്പിംഗ് കൊടുക്കുക. അപ്പം ഈ ഒരു പഫ് സ്ലീവ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യൽ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. കണ്ടല്ലോ, നമ്മുടെ പഫ് സ്ലീവ് ഇവിടെ റെഡിയായി. ഇനി ബാക്കി വന്ന ആ ഒരു ബാൻഡിൻ്റെ എഡ്ജ് കട്ട് ചെയ്ത് മാറ്റാം. ഷിഫോണിൻ്റെ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് കാണുന്നില്ലല്ലേ. നല്ല ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഷോൾഡറിൽ നിന്ന് ഇതിൻ്റെ മിഡിൽ കണക്കാക്കി വെച്ച് അറ്റാച്ച് ചെയ്യുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ മിഡിലും ഷോൾഡറിൻ്റെ മിഡിലും കണക്കാക്കി വെച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെയാണ് അറ്റാച്ച് ചെയ്യൽ കേട്ടോ. മിഡിൽ രണ്ടും ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും മിഡിൽ കണക്കാക്കി വെച്ച് ആ ഒരു മിഡിൽ ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ഇതേപോലെ. പിന്നെ അടുത്ത സൈഡ് അതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ടാം സ്റ്റിച്ച് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് കറക്റ്റാക്കി ആ ഒരു ലാസ്റ്റ് എൻഡ് ഭാഗത്ത് കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം പ്ലേറ്റ്സ് ഇടാനുണ്ടെങ്കിൽ ആ ബാക്കി വരുന്നത് ഒരു പ്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ബാക്കി ഇരുന്നുകൊണ്ടല്ലോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക. കണ്ടല്ലോ, മിഡിൽ ഭാഗത്ത് നിന്ന് തുടങ്ങി വീണ്ടും തിരിച്ച് ഇതേപോലെ തന്നെ മിഡിൽ ഭാഗത്ത് നിന്നും തുടങ്ങി ഈ ഒരു ഭാഗത്തേക്ക് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഏറെ വന്നിട്ടുള്ള സ്ലീവിൻ്റെ വിടുത്ത് കുറച്ച് ഏറെ ഉണ്ടെങ്കിൽ ഓരോ നിറവും ഇട്ട് കൊടുക്കുക. നല്ല വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിന് ഒന്നായിട്ടൊന്ന് കൊടുക്കുക. അപ്പോൾ സ്ലീവ് ഇവിടെ അറ്റാച്ച് ചെയ്തു. ഇനി അടുത്ത ഭാഗം ഇതേപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഒരു കുഞ്ഞ് പഫ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ടേപ്പ് പിടിച്ച് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. വേസ്റ്റ് അളവും അടയാളപ്പെടുത്തി ഇതേപോലെ വരച്ച് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു കെട്ടാൻ കയറ് ഉണ്ടാക്കാനുണ്ട്. അത് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ അറിയാതെ അടിച്ചതാട്ടോ, അതൊന്ന് കഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സൈഡിൽ കയറ് കെട്ടാൻ വേണ്ടി ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടാം. അപ്പം ഇത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് ഇതേപോലെ എഡ്ജിന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടുക. കണ്ടല്ലോ, മുകൾ ഭാഗത്ത് വീതി കുറവും താഴേക്ക് വീതി കൂടുതലുമുള്ള ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതേപോലെ അടിച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിടാം.
കണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് അവസാനിച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ക്ലോസ് ആയ ഭാഗം, അവിടെ നിന്ന് ഇതേപോലെ ഒരു ഈർക്കിളിട്ടാണ്ട് ഇതേപോലെ മറിച്ചിടുക. ഇനി നമുക്ക് ഈ കയറ് മറിച്ചിട്ടതിന് ശേഷം യോക്കിൽ അറ്റാച്ച് ചെയ്യാം. രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ചെസ്റ്റ് അളവും വേസ്റ്റ് അളവൊക്കെ അടയാളപ്പെടുത്തി വരച്ചല്ലോ, ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ രണ്ട് കയറ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ ഒന്ന് വെച്ച് 1/2 ഇഞ്ച് കയറ്റി വെക്കുക, അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് കയറ്റി വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുള്ള ഭാഗം താഴേക്ക് വരുന്ന രീതിക്ക് വേണം ഈ ഒരു യോക്കിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു കയറ് സൈഡിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ രണ്ട് കയറ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു, ഉള്ളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തത് കണ്ടല്ലോ, ഇതേപോലെ. ഇനി ഇതേപോലെ വെച്ച് നമ്മൾ വരച്ച ലൈനിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെയാണ് നമ്മൾ യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ? എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. അപ്പം എനിക്കറിയണ ഓരോ മെത്തഡാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ ഇടുന്നത്, അതും കസ്റ്റമർ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്ത് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആക്കി വിടുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ യോക്ക് പാർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്ന് മറിച്ചിട്ട് നോക്കാം. കണ്ടല്ലോ, നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്ലീവൊക്കെ അടിപൊളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ റെഡിയാക്കാനുണ്ട്. അപ്പോൾ മെയിൻ ക്ലോത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതേപോലെ ലൈനിങ് ക്ലോത്തും പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ സാധാരണ ഫ്രോക്കിന് ചെയ്യുന്നത് പോലെ അതിൻ്റെ അരവണ്ണൊക്കെ കറക്റ്റാക്കി ജോയിൻ ചെയ്തതിന് ശേഷം യോക്കിൽ അറ്റാച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ലൈനിങ് എടുത്ത് 2 പീസ് ഉണ്ടല്ലോ, അതൊന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് നമ്മുടെ യോക്കിൻ്റെ അരവണ്ണ എത്രയാണോ അതിനനുസരിച്ച് ഇതിൻ്റെ അരവണ്ണവും കറക്റ്റാക്കി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് പ്ലീറ്റ്സ് ഇട്ടതുപോലെ തന്നെ മെയിൻ ക്ലോത്തും പ്ലീറ്റ്സ് ഇട്ട് നമ്മുടെ അരവണ്ണത്തിന് കറക്റ്റാക്കി പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ലൈനിങ്ങിലേക്ക് മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. കണ്ടല്ലോ, കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് ഏറെ വന്നിട്ടുണ്ട് നമുക്ക് കൂട്ടി സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മെയിൻ ക്ലോത്ത് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിക്ക് വെച്ച് ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ലൈനിങ്ങിലേക്ക് മെയിൻ ക്ലോത്ത് നമ്മൾ ഒരു എഡ്ജ് അറ്റാച്ച് ചെയ്തു.
ഇനി നമുക്ക് കറക്റ്റ് യോക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് അളവെടുത്ത് ഇത് ജോയിൻ ചെയ്യാം. സൈഡൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ കറക്റ്റ് അളവ് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്ത് താഴേക്ക് അറ്റാച്ച് ചെയ്യുക. കണ്ട 2-3 ഇഞ്ച് നമ്മൾ ലൈനിങ്ങും മെയിൻക്ലോത്തൊക്കെ കൂട്ടി യോജിപ്പിക്കുക. അവിടെ നിന്നും താഴേക്ക് ലൈനിങ് മാത്രം ജോയിൻ ചെയ്യുക. കണ്ടില്ല, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തു. ഇനി ഈ മെയിൻ ക്ലോത്തിൻ്റെ എഡ്ജും കൂടി ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ. അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ, ഈ 2 എഡ്ജും മടക്കി സ്റ്റിച്ച് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ സൈഡ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു അറ്റാച്ച് ചെയ്ത ഭാഗത്തേക്ക് കണ്ടല്ലോ ഇതേപോലെ യോക്ക് പാർട്ട് ഉള്ളിലേക്ക് വെച്ച് അതിൻ്റെ യോക്ക് പാർട്ടിൻ്റെ എഡ്ജും പ്ലീറ്റ്സിൻ്റെ എഡ്ജും കറക്റ്റാക്കി പിടിച്ച് ഇതുപോലെ ഫുള്ളൊന്ന് റൗണ്ടിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കണേ. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫ്രോക്ക് ഇവിടെ നല്ല അടിപൊളി വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയൊക്കെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ സാരിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടോ. ഇനി ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട്, ഈ എഡ്ജ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. നെക്ക് നമുക്ക് ലാസ്റ്റിക്ക് വെച്ചതാട്ടോ. അത് നമുക്ക് ആ യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ ചെയ്യുക, പക്ഷെ ഞാനിവിടെ ലാസ്റ്റ് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ക്രോസ് പീസ് എടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു എഡ്ജ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നെക്കിൽ സാധാരണ നമ്മൾ യോക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തു. ഇനി നെക്ക് ഇതുപോലെ എടുത്ത് ആ ഒരു ക്രോസ് പീസ് 1/4 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ വെച്ച് 1/4 ഇഞ്ച് വിഡ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ ഫ്രോക്കിൻ്റെ ചീത്തവശത്ത് നിന്നും ആ ഒരു ക്രോസ് പീസ് വെച്ച് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് കൊടുക്കുന്നത് പോലെ തന്നെ എഡ്ജ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കിൽ നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തു. ഇനി അതിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കട്ടുകൾ കൊടുത്ത് പൈപ്പിംഗ് ആയിട്ട് സ്റ്റിച്ചിങ് കവർ ചെയ്തിട്ട് പൈപ്പിംഗ് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് കവർ ചെയ്തിട്ട് പൈപ്പിംഗ് കൊടുക്കുക. അപ്പം ഇതുപോലെയുള്ള ഫ്രോക്കുകളൊക്കെ നമുക്ക് തന്നെ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ സാരിയൊക്കെ ഉണ്ടെങ്കിൽ, ഓൾഡ് സാരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു, സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്കൊക്കെ ഇവിടെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന നൂലൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഫിനിഷ് ആക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഫ്രോക്ക്? നോർമലായിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ സിമ്പിളാട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്ക് കുറച്ച് റിസ്ക് ഉണ്ടാവും. എന്നാലും വീഡിയോ കണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഏതൊരാളും പഠിക്കുക. അപ്പം ഗൈസ്, എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു ഫ്രോക്ക്? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഫ്രണ്ട്സ്, എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ വലിയ ആഗ്രഹമുണ്ട്. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ വിടുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.